ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് രണ്ട് കാർഡ്ബോർഡ് അല്ല, ഒരു പെട്ടി പോലത്തെ ഒരു സാധനങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒന്ന് നമ്മുടെ ഗുഡ് നൈറ്റിൻ്റെ, ഒന്ന് ഹാപ്പി ലൈഫ് എന്ന് പറഞ്ഞ സ്പ്രേൻ്റെ സ്പ്രേ. ഓക്കെ, അപ്പോൾ അത് രണ്ടും കിട്ടു. അപ്പം ഞാനിതിൽ നമുക്ക് ഹാപ്പി ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഹാപ്പി ലൈഫ് എടുത്തപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ഒരു സാധനം നമുക്കതിങ്ങനെ എടുക്കാൻ പറ്റി. ഗുഡ് നൈറ്റ് ഞാൻ മാറ്റി വെച്ചിട്ടോ. ഈ മറ്റേ കണ്ടോ ഒരു സാധനം ഞാൻ വലിക്കുന്നുണ്ട്, ഒരു കാർഡ്ബോർഡ് പീസ് പോലെ നല്ലൊരു ഇതാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട അത്. അപ്പോൾ അതെടുത്തു. ഉണ്ടാക്കാൻ പോകുന്ന സാധനം ഒരു ബുക്ക് മാർക്കറാണ്. അപ്പോൾ ഇവിടെ നിന്ന് കട്ട് ചെയ്തു, അവിടെ നിന്ന് കട്ട് ചെയ്യണം. അപ്പോൾ ഇത് വെച്ച് വേറെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട്. ഞാനത് കട്ട് ചെയ്തിട്ട് വരാം. അപ്പോൾ ഞാൻ കത്രി എടുത്തു. സ്കെയിൽ വെച്ച് അളന്നിട്ട് മുറിക്കണം കേട്ടോ, അല്ലെങ്കിൽ വളഞ്ഞും കുളഞ്ഞൊക്കെ പോകും. ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു. അത് കുറച്ചപ്പുറത്ത് പോയി. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ എൻ്റെ ഫാബ്രിക് പെയിൻ്റ് എടുത്തിട്ടുണ്ട്. അത് 6 ഷെയ്ഡ്സേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. ഞാൻ ഉദ്ദേശിച്ച കളർ പേസ്റ്റൽ കളറാണ്. കണ്ടോ, ഞാൻ നിരനിരയിട്ട് വെക്കണ എല്ലാം എനിക്ക് വേണം. കണ്ടോ, ബ്ലാക്ക് ഉണ്ട്, കുറച്ച് ദിവസമുള്ളൂ. ഇനി ഇത് വീഴാതൊക്കെ എൻ്റെ താമസം. ഈ 2 സ്പൂൺ വെച്ചുകൊണ്ട് ഈ സ്പൂൺ വെച്ച് എന്ത് റഫ് ചെയ്യാൻ ആലോചിക്കുന്നുണ്ട്. അത് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഈ പേസ്റ്റൽ കളർ അതെങ്ങനെ ഉണ്ടായിരുന്നു വെച്ചാൽ ഞാൻ എല്ലാ കളേഴ്സിനും എടുത്തു. പിന്നെ കുറച്ച് വൈറ്റ് ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് പേസ്റ്റൽ കളർ ഉദ്ദേശിച്ചു, ബട്ട് പേസ്റ്റൽ കളർ പോയിട്ട് അതൊന്നും വന്നില്ല. കണ്ടു. പിന്നെ ചില്ലറയായിട്ട് അവിടെ ഇതേപോലെ ഒരു പാടുകളൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വൈറ്റ് കോട്ട് അടിക്കാമെന്ന് വിചാരിച്ചു. വൈറ്റ് കോട്ട് അടിച്ച് കഴിഞ്ഞിട്ട് വെച്ചാൽ നല്ല രസമായിരിക്കും. ബട്ട് ഞാൻ അത് ഓർത്തില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് വൈറ്റ് കോട്ട് അടിച്ച് 2 കോട്ട് അടിച്ചു. അപ്പോൾ അങ്ങോട്ട് 2 കോട്ടൻസായിട്ട് അടിച്ചു കൊടുക്കുക. അതാണ് നമ്മുടെ ഇത്. ഇനിയിൽ സ്റ്റെമ്മും ലീഫും ബോയും പറിച്ചെടുക്കണം. ബോ അങ്ങോട്ട് ശരിയായില്ല. ഇനി ഇച്ചിരി കൂടി ശരിയാവണമായിരുന്നു, ബട്ട് ആയില്ല. എന്തോന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ അതങ്ങോട്ട് ഇതാക്കി വരച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. ബോ എൻ്റെ റെഡ് കളർ അപ്പുറത്തൊന്ന് ജസ്റ്റ് ഒന്ന് ഡോട്ടായിട്ട് വരട്ടിയിട്ടുണ്ട്. പിന്നെ റെഡ് ബ്ലൂ, പിന്നെ നടുക്കള കളർ വെച്ച് ഞാൻ എന്താ മിക്സ് ചെയ്യുന്നത് വെച്ചാൽ യെല്ലോയും റെഡും ബ്ലൂവും കൂടി മിക്സ് ചെയ്തപ്പോൾ ഈ കളർ കിട്ടി. അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ. ടാറ്റാ.